പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഇന്ന് നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വളർന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഇന്ന് കുതിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തില് ചെറിയ ചെറിയ അവസരങ്ങൾ ഈശോ തരും, എളിമപ്പെടാൻ വേണ്ടി. ചില സമയത്തൊന്ന്, ചില സ്ഥലത്തൊക്കെ ഒന്ന് താണിരിക്കാൻ, ഒന്ന് എളിമയോടെ പെരുമാറാൻ ദൈവ അവസരങ്ങൾ നൽകും. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് ഡിനോമിനേഷനിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിനുള്ള മനോഭാവം വെളിപ്പെടുത്താനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി തരും. അത് ചിലപ്പോൾ നിങ്ങൾ വലിയ തിയോളജിയൊക്കെ പഠിച്ച ആളായിരിക്കും, ചിലപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, ഒരു വിശ്വാസി, ഡെയിലി വേജ് സാറിന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും ഇതിനുള്ള അവസരങ്ങൾ ദൈവം നൽകും. എത്ര ഉന്നതനാണെങ്കിലും, ഏത് ജീവിതാന്തസ്സിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ദൈവം അത് നൽകുമ്പോൾ നമ്മൾ അതിനോട് യെസ് പറഞ്ഞ് അവിടെ എളിമപ്പെടുമ്പോൾ, വിധേയപ്പെടുമ്പോൾ, നമ്മളൊന്ന് താണിരിക്കുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അഭിഷേകം നിങ്ങൾ വർദ്ധിച്ചു വരുവാൻ ഇടയായിത്തീരും. ഇത് കർത്താവ് ഒരുക്കി തരും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയായിരിക്കും, ഒരുപാട് സബോർഡിനേറ്റ്സ് ഉള്ള വ്യക്തികളായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, എന്തിനാ ഞാൻ താഴേണ്ട ഒരു ആവശ്യം? ചിലപ്പോൾ ഒരു സാധാരണ മനുഷ്യന് മുമ്പ് താണിരിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ആ സമയത്ത് ദൈവം നമ്മളെ നോക്കുന്നുണ്ട്. കാരണം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമ്മളൊക്കെ ഒരു യാത്രയിലാണ്. ഈ ഭൂമിയിലെ ആയുസ്, ജീവിതം എന്ന് പറഞ്ഞത് യാത്രയാണ്. നമ്മൾ ഓർക്കും, മനുഷ്യ വലിയ പൊസിഷനിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ഓർക്കും ഇത് എറ്റേണൽ ഈ പൊസിഷനിൽ ഉണ്ടാകുമെന്നൊക്കെയുള്ള മിഥ്യാധാരണ ഉണ്ടായിരിക്കും. വാസ്തവത്തിൽ എന്താ, എല്ലാ പൊസിഷനും ഇങ്ങനെ മാറി അതൊക്കെ ഇങ്ങനെ മാറി പൊക്കൊണ്ടിരിക്കുകയാണ്. 36,500 ദിവസമാണ് 100 വർഷം. സാധാരണഗതിയിൽ മനുഷ്യൻ ഇത് 100 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ആയുസ് അല്ലേ. അപ്പോൾ ഇന്ന് ഒരു ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്ന നിമിഷം നിങ്ങൾ ചിലപ്പോൾ ഒരു പുരോഹിതനായിരിക്കാം, ഒരു വചന പ്രഘോഷകനായിരിക്കാം, ഒരു ബിസിനസ്സുകാരനായിരിക്കാം. പക്ഷെ ദൈവം, ഈശ്വരൻ, ഗോഡ് ജീവിതത്തിൽ ചില സമയങ്ങളിൽ ചില വ്യക്തികളോട് ക്ഷമിക്കുവാനും, ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചവരായിരിക്കും, പക്ഷെ അവരുടെ മുൻപിൽ എളിമപ്പെട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അവരോട് പ്രാർത്ഥന ചോദിക്കാനും, അങ്ങനെ ഒരു സ്നേഹത്തിൽ ഹീൽ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി നൽകുമ്പോൾ അവിടെ എളിമപ്പെട്ട് കഴിഞ്ഞാൽ, ക്രിസ്തുവിന്റെ മനോഭാവം നിന്നിൽ രൂപപ്പെട്ടാൽ ദൈവത്തിന് നിന്നെ ഉയർത്താൻ പറ്റും. ഹല്ലേലൂയ. പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ചിലപ്പോൾ നിങ്ങൾ വലിയ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു തറവാട്ടിൽ ജനിച്ച വ്യക്തിയായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഈഗോ, ഞാൻ വലിയ ക്രൈസ്തവ പാരമ്പര്യമുള്ള വ്യക്തി എന്നൊക്കെ പറഞ്ഞുള്ള ഈഗോ ചിലപ്പോൾ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് ആ ഈഗോ ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മുടെ ഫ്ലഷിനെ ഇങ്ങനെ പൊക്കും. ഞാൻ ആറ് മുന്നിൽ താഴത്തില്ല, അങ്ങനെയുള്ള ഈഗോസ് വരാറുണ്ട്. ഞാൻ ഒരു ക്രൈസ്തവ തറവാട്ടിൽ ജനിച്ച വ്യക്തിയാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ എൻ്റെ ജീവിതം ഞാൻ ചെയ്ത ചില സമയങ്ങളിലൊക്കെ താണിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന അവസരങ്ങളും നമ്മൾ ജീവിതത്തിൽ ഉണ്ടായ സമയങ്ങളിൽ കർത്താവിനെ കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, മോനെ, യേശുക്രിസ്തുവിൽ വളരണമെങ്കിൽ എളിമപ്പെടണം, യേശുക്രിസ്തുവിന്റെ അഭിഷേകത്തിൽ നിറയണമെങ്കിൽ താണിരിക്കണം, യേശുക്രിസ്തുവിന്റെ ആ ഒരു നിറവ് ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെടണമെങ്കിൽ എളിമപ്പെടാതെ, വിധേയപ്പെടാതെ, താണിരിക്കാതെ സംഭവം നടക്കത്തില്ല. ചിലപ്പോൾ ഒത്തിരി പഠിച്ച് അറിവുള്ള വ്യക്തിയാണെങ്കിൽ അതിലൊന്നും പറഞ്ഞിട്ട് ഇത് നടക്കത്തില്ല. ഇത് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കുള്ള ക്രിസ്തുവിന്റെ ട്രാൻസ്ഫോർമേഷൻ. പൗലോസ് എന്ന വ്യക്തി, സാവൂൾ, പഴയ നിയമം പഠിച്ച് പൗലോസ് ആകുന്നതിന് മുമ്പ് സാവൂൾ എന്നായിരുന്നല്ലോ പേര്, ഫരിസേരെ പഠിപ്പിക്കുന്ന ജൂത മത ഫരിസേനായിരുന്നു. ഒരുപാട് അറിവ്, തിയോളജിയിൽ PhD, ഡബിൾ PhD, ട്രിപ്പിൾ PhD എന്നൊക്കെ പറയുന്ന രീതിയിൽ പഴയ നിയമ ഗ്രന്ഥത്തെ അത്യഗാധമായി പഠിച്ച സാവൂൾ എവിടെയാണ് ചെന്നെത്തിയത്? യേശു ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അന്ന് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ക്രിസ്തുവിന്റെ നിർമ്മല വിശ്വാസം സ്വീകരിച്ച സ്തേഫാനോസ് എന്ന എസ്തപ്പാനോസ്, സെയിന്റ് സ്റ്റീഫൻ അപ്പസ്തലന്മാർക്കൊക്കെ ഭക്ഷണം വിളമ്പി കൊടുത്ത, ചെറിയ രീതി ജോലിയൊക്കെ ചെയ്ത്, ശുശ്രൂഷയൊക്കെ ചെയ്ത്, അതിനിടയ്ക്ക് മനുഷ്യർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനെ കല്ലെറിഞ്ഞു കൊന്നു കളയുന്നതിന് പിന്നിൽ മതാന്ധതയിൽ വലിയ PhD സ്കോളറായിരുന്ന സാവൂളിന്റെ മനസ്സ് കട്ടിപിടിച്ചു. കണ്ടോ മനസ്സ് ദൈവത്തെക്കുറിച്ച് ഭയങ്കര അറിവാണ്, ഭയങ്കര തീഷ്ണതയാണ്, ഏകദൈവ വിശ്വാസത്തിന് തീഷ്ണതയൊക്കെ ഉണ്ടായി. പക്ഷെ അത് എങ്ങോട്ട് ചെന്ന് എത്തിച്ചത്? മതതീവ്രവാദത്തിലേക്ക്, അന്ധതയിലേക്ക്. പാവപ്പെട്ട ഒരു മനുഷ്യനെ കൊന്നു തള്ളുന്നതിന്, ആ ഒരു ക്രൂവലിറ്റിക്കിലേക്ക് ആ ഏകദൈവ വിശ്വാസം തെറ്റായതുകൊണ്ടാണോ ആ മനുഷ്യന്റെ ജഡം ഫ്ലഷ് എത്തിക്കുകയാണ്, ഫ്ലഷിനെ മുറുകെ പിടിച്ചു. ഇത് വലിയൊരു എന്താ പറയുന്നത്, അന്ധതയാണ് ലോകത്തുണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ യേശു ഏകരക്ഷകൻ എന്ന് പറയുമ്പോൾ, ഏകരക്ഷകൻ എന്നുള്ളത് എന്താ? അത് വിളിയാണ്. ജഡത്തിന് എന്നിലെ ഞാൻ മാറി എന്നിലെ ക്രിസ്തു പുറത്തു വരുവാൻ, എനിക്ക് വേണ്ടി ജീവൻ നൽകി എന്നെ സ്നേഹിക്കുന്ന
ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ പിടിക്കപ്പെട്ട് ആ ക്രിസ്തുവിന്റെ രൂപാന്തരത്തിലേക്ക് കടന്നു വരാൻ കൂടിയുള്ള വലിയൊരു വിളിയാണത്. ഹല്ലേലൂയ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മധ്യ മനുഷ്യന്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ട നാമമാണ് യേശു എന്ന നാമം. കുരിശിലെ പരിഹാര ബലിയിലൂടെ അവൻ നമ്മളെ നീതീകരിച്ചു, രക്ഷിച്ചു, പാപമോചനം നൽകി, വിശുദ്ധീകരിച്ചു. അപ്പോൾ തന്നെ രക്ഷ നൽകി അവിടുന്ന്. ആ രക്ഷയ്ക്ക് പല തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം ക്രിസ്തുവിലൂടെയുള്ള രക്ഷ. ആ രക്ഷയിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ് ഇന്ന്. ആ രക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ ഈ മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എങ്കിലാണ് ആ രക്ഷയിൽ നമുക്ക് തുടർന്നും യാത്ര ചെയ്യുവാൻ സാധിക്കുന്നത്. രക്ഷ ഒരു യാത്രയാണ്. ആ യാത്രയുടെ ഭാഗമാണ് ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം. എളിമപ്പെടുക, വിധേയപ്പെടുക, താഴ്ന്നു നിൽക്കുവാൻ അവസരം കിട്ടുമ്പോൾ ചില സമയത്ത് താഴ്ന്നു നിൽക്കുക. ആ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ വർദ്ധിക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് ഈ സന്ദേശം കേൾക്കുവാൻ ദൈവം നിയോഗിച്ച അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരിൽ നിറയണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓരോ മക്കളിലും നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സാന്നിധ്യം ക്ഷമിക്കുവാൻ, എളിമപ്പെടുവാൻ, വിട്ടുകൊടുക്കുവാൻ ആ ഗ്രേസിൽ നിന്ന് ഫ്ലോ ആകട്ടെ. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന, ഉള്ളിൽ ജീവിക്കുന്ന, നിങ്ങളോടൊപ്പമായിരിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കി ഇന്ന് കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങളിലും അവിടുന്ന് വിജയം നൽകുന്നതിന് ഓർത്ത് നന്ദി. 2 Corinthians 2:14 എപ്പോഴും ഞങ്ങളെ ക്രിസ്തുവിൽ വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി, മഹത്വം. ആമേൻ.